യുഗത്തിലെ പ്രേമ സ്വരൂപന്റെ സോപാന ഗോപുരമേ കോടി ജന്മങ്ങളാൽ നിൻ സ്വരമണ്ഡപം തേടി വരുന്നു മീര നൃത്തമാടി വരുന്നു മീര ദ്വാരകേ ദ്വാരകേ അഷ്ടമംഗല്യത്തിൻ അമൃത കലശവുമായി അഷ്ടനിരോഹിണി അണയുമ്പോൾ വാതിൽ തുറക്കുമ്പോൾ എന്നു ചുണ്ടിൽ യദുകുല കാമ്പോജിയുമായി ചുംബിക്കുവാൻ വന്നു ശ്രീപദം ചുംബിക്കുവാൻ വന്നു മീര മീര നാഥന്റെ ആരാധികയും മീര ദ്വാരകേ. എൻ്റെ പേര് ഡേസി എന്നാണ്. ഞാൻ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഒരു 16 വയസ്സ് തൊട്ടൊക്കെ തുടങ്ങി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിർത്തും, പിന്നും തുടങ്ങും. അങ്ങനെ ഒരു പ്രൊഫഷണൽ ട്രൂപ്പിലൊക്കെ പോയി. കൊല്ലം ജ്യോതി തിയേറ്റേഴ്സ്, കൊട്ടാരക്കര ജ്യോതി തിയേറ്റേഴ്സ്, അങ്ങനെ 2 ട്രൂപ്പിൽ ബാലയ്ക്ക് പാടാൻ പോയിരുന്നു. പിന്നെ എനിക്ക് ക്ലാസിക്കലൊക്കെ പഠിക്കേണ്ടി വന്നു. അപ്പം അങ്ങനെ ഈ അമച്ചറലായിട്ടുള്ള ഗാനമേളയ്ക്കും അങ്ങനെ കുറച്ച് സമയമൊക്കെ അങ്ങനെയൊക്കെ പോയി. പിന്നെ ഞങ്ങളൊരു ട്രൂപ്പൊക്കെ ഇട്ട് അതിലും രക്ഷപ്പെട്ടില്ല. അങ്ങനെ ഇരുന്ന് പിന്നെ ഈ കോമ്പറ്റീഷനൊക്കെ പോകുമായിരുന്നു. ഇപ്പോഴും അതിൻ്റേതായിട്ടുള്ള ഒരു ത്രില്ലാണ് എനിക്ക്. പൂന്തേനരുവി പൊന്മുടിപ്പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം നമുക്കൊരേ മോഹം നമുക്കൊരേ ദാഹം പൂന്തേനരുവി ഒരു താഴ്വരയിൽ ജനിച്ചു നമ്മൾ ഒരു പൂന്തണലിൽ വളർന്നു പൂനില വലക്കിയ പുളിയിലക്കരയുള്ള പുടവയുടുത്തു നടന്നു നമ്മൾ പൂക്കളിറുത്തു നടന്നു ഓർമ്മകൾ മരിക്കുമോ ഓളങ്ങൾ നിലയ്ക്കുമോ ആഹാ 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 ഓഹോ ഓഹോ പൂന്തേനരുവി പൊന്മുടിപ്പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം നമുക്കൊരേ മോഹം നമുക്കൊരേ ദാഹം. പിന്നെ വീട്ടിലാണെങ്കിൽ ഹസ്ബൻഡ് പിയാനിസ്റ്റാണ്, മധുകുമാർ എന്നാണ് പേര്. പുള്ളി മ്യൂസിക് ഡയറക്ടറൊക്കെയാണ്. നമ്മളെ വീട്ടിൽ ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്. മക്കൾ 3 പേരാണ്. 3 പേരും കുടുംബം ആയ ആൾക്കാരാണ്. പിന്നെ ഞാനിപ്പോൾ കുറച്ച് സംഘടനയിലൊക്കെ പാടുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും എന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഇടയ്ക്ക് കോമഡി ഉത്സവത്തിൽ പോയി തമിഴ്, മലയാളം, ഹിന്ദി 3 പാടി. എനിക്ക് നല്ല കമൻറ്റുകളൊക്കെ കിട്ടി. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും മാത്രമേ ഉള്ളൂ. പാട്ട് പാടും എന്നുള്ളതല്ലാതെ നമുക്ക് വലിയ നേട്ടങ്ങളൊന്നും ഞാൻ കൊയ്തിട്ടില്ല. നല്ല പാട്ടുകാരിയായിട്ട് തന്നെയാണ് കുട്ടിക്കാലമൊക്കെ ആയിരുന്നത്. പിന്നെ നമ്മളെ പ്രതീക്ഷിച്ചതുപോലെ അതിൽ നിന്നൊരു ഉയർച്ച എനിക്ക് ഉണ്ടായിട്ടില്ല. അത്രയേ ഉള്ളൂ. അരുൾമൊഴി കൂറും പറവകളൊളി കേട്ടേ ഉന്നിറവൻ അവനെ അവനെ എന പാടും മൊഴി കേട്ടേ ഉൻ തലവൻ അവനെ അവനെ എന്നും തായിൻ മൊഴി കേട്ടേൻ ആലയമണിയെന്നു ഞാൻ കേട്ടേൻ ഇളകും ആലയപ്പൊഴുതിനിലെ நிறைவன் வந்தான் தேரினிலே இளகும் மாலை
பொழுதினிலே என் இறைவன் வந்தான் தேரினிலே ஏழை இல்லம் இதயம் தான் இருவிழியாலே மாலையிட்டான் இருவிழியாலே மாலையிட்டான் இறைவன் அவனே அவனே என பாடும் மொழி கேட்டேன் உன் தலைவன் அவனே அவனே என்னும் தாயின் மொழி കേട്ടേൻ ആലയമണിയിൻ അത് കുറേയൊക്കെ പാടി എന്ന് വെച്ചാൽ സീസൺ പ്രോഗ്രാം ആയിരുന്നു നമുക്ക്. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്, 1977 അതിൻ്റെ താഴോട്ട് അങ്ങനെയൊക്കെ നമ്മൾ നല്ല നല്ല സമയത്തായിരുന്നു. അപ്പോൾ പിന്നെ നല്ല വോയിസായിരുന്നു. വോയിസിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്, വോയിസാണ്. പിന്നെ ഞാനത് നമ്മളെ ബുദ്ധിമുട്ടുകൾ കാരണം പാട്ട് മുമ്പോട്ടുകൊണ്ട് പോയില്ല. പിന്നെ ഇപ്പോൾ അത്യാവശ്യം സംഘടനകളിലും കോമ്പറ്റീഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അത് പഴയ പാട്ട് എവിടെ പാടിയാലും എനിക്ക് പ്രൈസാണ്. പ്രത്യേകിച്ച് ദേവരായ മാഷുടെ അനുസ്മരണം എനിക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കും പാടിക്കഴിഞ്ഞാൽ. അങ്ങനെയൊക്കെ ഉണ്ട്. അതിലൊക്കെ കുറച്ച് സന്തോഷം നമുക്ക് കിട്ടുന്നുണ്ട്. നിമിഷം സുവർണ്ണ നിമിഷം ഞാൻ തേടി വന്ന നിമിഷം തരു നീ എനിക്കു തരു നീ ഈ ജന്മം ആ സഫലം നിമിഷം സുവർണ്ണ നിമിഷം ഞാൻ തേടി വന്ന നിമിഷം ആദിയിലേതോ തിരുമൊഴികൾ പാടിയുണർത്തിയ താമര ഞാൻ ആദിയിലേതോ തിരുമൊഴികൾ പാടിയുണർത്തിയ താമര ഞാൻ ഇരുളിൽ നിന്നെ തിരയും നേരം ഇരുളിൽ നിന്നെ തിരയും നേരം ഒരു കിനാവ് പോൽ അരികിൽ നിന്നു നീ ഒരു കിനാവ് പോൽ അരികിൽ വന്നു നീ നീ ഇന്നെൻ്റെ മൗനമോ നീ ഇന്നെൻ്റെ. പാട്ട് ഞാൻ മ്യൂസിക് കോളേജിൽ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ SLC പൂർത്തിയാക്കുന്നതിന് മുമ്പേ ഞാൻ ആഗ്രഹിച്ചതാണ് മ്യൂസിക് കോളേജിൽ പോകണമെന്ന്. അങ്ങനെ എനിക്ക് അവിടെ പോയി 2 പാട്ടെല്ലാം പാടി എനിക്ക് അഡ്മിഷനൊക്കെ ആയി. പക്ഷെ എന്തോ എനിക്ക് ഒരു കിട്ടാതെ വന്നു. അങ്ങനെ റെക്കമെൻഡ് അന്ന് വേണമായിരുന്നു, അന്ന് എനിക്കതില്ലായിരുന്നു. ഞാൻ വിചാരിച്ച് നല്ലവണ്ണം പാടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലയെന്ന് വെച്ചാൽ. അപ്പോൾ ആ വേളയ്ക്ക് എനിക്ക് ഭയങ്കര ദുഃഖം ഉണ്ടായിരുന്നെങ്കിലും അപ്പോൾ തന്നെ ഞാൻ ആ 1973-74 ഞാൻ കൊല്ലത്ത് പോയി ബാലയ്ക്കൊക്കെ ആയപ്പോൾ നമുക്ക് സെമി ക്ലാസിക്കലൊക്കെ പഠിക്കാനും വലിയ വലിയ ആൾക്കാർ കുമരൻ രാജപ്പൻ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ കീഴിലിരുന്ന് പഠിക്കാനും കൊടുക്കുക അങ്ങനെയൊക്കെ പറ്റി. അപ്പോൾ ഇപ്പം മ്യൂസിക് കോളേജിൽ പോയവരെ ആർക്കും അറിഞ്ഞൂടാ, പക്ഷേ എന്നെ എല്ലാവർക്കും അറിയാം. അതങ്ങനെ ഒരു ദൈവാനുഗ്രഹം എനിക്കുണ്ട്. दिल में सितारों का आंतन होगा रिमझिम बरसता सावन होगा दिल में सितारों का आंतन होगा रिमझिम बरसता सावन होगा ऐसा सुंदर सपना अपना जीवन होगा दिल में सितारों का आंदन होगा रिमझिम बरसता सावन होगा.
വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ കിട്ടിയിട്ടുണ്ട് ഓണപ്പാട്ടിന് ഫസ്റ്റ് കിട്ടി. ഇപ്പം അതില്ല. പിന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പം ഓർമ്മിച്ച് വരികയാണെങ്കിൽ പൂച്ചൽ ഖാദർ, പിന്നെ പൂച്ചൽ ഖാദറൊക്കെ എനിക്ക് ക്യാഷ് അവാർഡൊക്കെ തന്നിട്ടുണ്ട്. എനിക്കിപ്പം സംഘടനയെന്ന് പറയാൻ കവിയരങ്ങിലൊക്കെ പോയി എനിക്ക് അത് ആദരവ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ സിനിമാ പാട്ടിൻ്റെ തന്നെയാണ്. പിന്നെ എനിക്ക് മെയിനായിട്ട് കിട്ടിയെന്ന് പറയാനായിട്ട് ദേവരാം മാഷുടെ അനുസ്മരണം. അത് വർഷം തോറും അവർ കോമ്പറ്റീഷൻ വയ്ക്കും. കോമ്പറ്റീഷൻ ഞാൻ മിക്കവാറും സ്ഥലത്തൊക്കെ പോകാറുണ്ട്. ഇപ്പം ഇടയ്ക്ക് വെച്ച് കാഞ്ചീരവം കാഞ്ചോട് ജയൻ സാറ് ആകാശവാണിയുടെ ആദ്യത്തെ ഗായികയെന്നും പറഞ്ഞ് എനിക്കിപ്പോൾ ഒരു മൊമെൻറ്റ് തന്നിട്ടുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് ഗാനാമൃതം എന്നും പറഞ്ഞും നല്ല ഗായിക എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ വെച്ച് എനിക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ പഴയ പാട്ടേ ഞാൻ എടുത്ത് പാടുകയുള്ളൂ. എന്തിനി ചിലങ്കകൾ, എന്തിനി കൈവളകൾ, എൻ പ്രിയനരികിൽ വരില്ലയെങ്കിൽ. എന്തിനി ചിലങ്കകൾ, എന്തിനി കൈവളകൾ, എൻ പ്രിയനരികിൽ വരില്ലയെങ്കിൽ. വാസന്ത പുഷ്പങ്ങളിൽ വണ്ടുകൾ മയങ്ങുമ്പോൾ വാസന സ്വപ്നമൊന്നിൽ മുഴുകിപ്പോയി ഞാൻ. വാസന്ത പുഷ്പങ്ങളിൽ വണ്ടുകൾ മയങ്ങുമ്പോൾ വാസന സ്വപ്നമൊന്നിൽ മുഴുകിപ്പോയി ഞാൻ. വാസന തൈലം പൂശി വാർമുടി കോതി വയ്ക്കാൻ വാലിട്ട് കണ്ണെഴുതാൻ മറന്നുപോയി ഞാൻ. ആഹാ മറന്നുപോയി ഞാൻ. എന്തിനി ചിലങ്കകൾ, എന്തിനി കൈവളകൾ, എൻ പ്രിയനരികിൽ വരില്ലയെങ്കിൽ. എന്തിനി ചിലങ്കകൾ.